പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കോസ് വിശേഷം 6-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വചനഭാഗത്ത് കുരുടൻ കുരുടനെ വഴികാട്ടും. അവനൊരു ഉപമ അവരോട് പറഞ്ഞു, കുരുടന് കുരുടനെ വഴികാട്ടാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ശിഷ്യൻ ഗുരുവിനെ മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നില്ല്, നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറയുവാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടഭക്തിക്കാരായവരെ, മുമ്പേ സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളയുക, എന്നാൽ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ വെടിപ്പായി നിനക്ക് കാണാൻ കഴിയില്ലേ? ഇവിടെ നമുക്ക് ആദ്യം തന്നെ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, യേശു പറഞ്ഞ ഒരു ഉപമയായത്. കുരുടൻ കുരുടനെ നയിക്കുന്നു. കുരുടൻ കണ്ണു കാണാത്ത മനുഷ്യനാണ്. കണ്ണു കാണാത്ത മനുഷ്യനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ പോയി വീഴുകയില്ലയോ എന്ന്. ഇവിടെ ആത്മീയ തലത്തിൽ ആത്മീയമായ ദൈവപ്രവൃത്തികളെ കാണാൻ കഴിയാത്ത മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മർക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ, തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയായികൊണ്ടാണോ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? കാരണം ഇത് രണ്ടും അറിയണം. ഒരു മനുഷ്യന് രണ്ട് കണ്ണുകൾ ഉള്ളതുപോലെ തന്നെ ഈ രണ്ടും അറിയുന്ന ഒരു വ്യക്തിയെയാണ് ദൈവത്തിന്റെ വഴിയെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന്, തിരുവെഴുത്തറിയണം. എഴുതപ്പെട്ട വചനമാണ്, അത് ജീവനുള്ള വചനമാണ് തിരുവെഴുത്ത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആ വാക്ക് നമ്മൾ കേൾക്കുക മാത്രമല്ല, ആ വാക്ക് നമ്മൾ കേട്ട് അത് എന്നോടാണ് കർത്താവ് പറഞ്ഞതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ആ വചനപ്രകാരം എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് നടക്കുകയും അതിലൂടെ യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ കണ്ട് യേശുവിന് നന്ദി പറയുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും കഴിയുന്ന ഒരു ആത്മീയ അന്തരീക്ഷത്തെയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുരുടരെ പോലെ നമ്മൾ ദൈവത്തെ അറിയാതെ, ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാതെ നമ്മൾ വഴികാട്ടിപ്പോയാൽ രണ്ടുപേരും കുഴിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, രണ്ടാമതായി യേശു പറഞ്ഞത്, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. ശിഷ്യനെ എത്ര പഠിച്ചാലും ഗുരുവിനൊപ്പമേ വരൂ. ഗുരുവിന് മീതെയല്ല. അഭ്യാസം തികഞ്ഞവൻ എല്ലാം ഗുരുവിനെ പോലെ ആകും, ഗുരുവിന് മീതെയാകിയല്ല. കാരണം പ്രാർത്ഥിച്ച് കർത്താവിനോട് കൂടെ ഇരിക്കുന്ന മനുഷ്യൻ, കർത്താവ് എന്താണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലോ ഞാൻ ചെയ്ത പ്രവൃത്തികളും അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് യേശു പോയത്. എന്നിട്ടാ യേശു പറഞ്ഞത്, ഗുരുവിനേക്കാൾ മീതെയാകിയല്ല, ഗുരുവിനെ പോലെ ആകുകയുള്ളൂ. വീണ്ടും അവിടെ നിന്ന് 41-ാമത്തെ വചനം പറയുകയാണ്, എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. കുരുടൻ കുരുടനെ നയിക്കുന്നു. 2, ശിഷ്യൻ ഗുരുവിനേക്കാൾ മീതെയല്ല, ശിഷ്യനെ പോലെ അല്ല ഗുരുവിനെ പോലെ ശിഷ്യനാകുമെന്ന് പറഞ്ഞു. 3, സഹോദരന്റെ കണ്ണിലെ കരട്. സഹോദരന്റെ ജീവിതത്തിൽ ചില കുറവുകളും ചില പോരായ്മകളും ഉള്ളൂ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആ പോരായ്മകളെക്കാൾ എൻ്റെ ജീവിതത്തിൽ കുറവുകൾ നിറഞ്ഞിരിക്കുന്ന ഞാൻ കുറച്ചുള്ള ആളുടെ കുറവ് കാണുന്നു. യേശു പറയാണ്, സ്വന്തം കണ്ണിൽ തടിക്കഷ്ണമായിരിക്കുന്നു, നിനക്ക് കണ്ണ് കാണാൻ പറ്റിയല്ല. മറ്റേവന്റെ കണ്ണിൽ ചെറിയൊരു കുഞ്ഞ് കരടോടും അവനെല്ലാം കാണാൻ പറ്റുന്നുണ്ട്.
കാണാൻ പറ്റാത്ത ഞാന് കാണാൻ പറ്റുന്നവനെ ഉപദേശിക്കാൻ പോകുന്നു. എന്നിട്ട് യേശു പറയാണ്, സ്വന്തം കണ്ണില് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അർത്ഥം. മറ്റുള്ളവരുടെ കുറവ്, പോരായ്മകള്, ഇല്ലായ്മകള്, വല്ലായ്മകൾ എല്ലാം കാണുമ്പോൾ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് എന്റെ മുമ്പിലുള്ള സഹോദരൻ, സഹോദരി, എന്റെ ഭവനത്തിലുള്ളവർ, എന്റെ അയൽവക്കത്തുള്ളവർ, ഞാനുമായിട്ട് സംസാരിക്കുന്നവർ, എന്റെ സഭയിലുള്ളവർ, എന്റെ കൂട്ടായ്മയിലുള്ളവർ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ഞാൻ അവരെ എത്രത്തോളം ആദരിക്കും, ബഹുമാനിക്കും. മറ്റുള്ളവരെ കണ്ണിലെ കരടല്ല എന്റെ കണ്ണിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേത് തിരിച്ചറിയാൻ, എന്റെ ഉള്ളിലേക്ക് ഞാൻ തന്നെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു സമയം ഈ പ്രഭാതത്തിൽ കർത്താവ് തരികയെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ അഭിഷേകം എന്നെ എന്ന വചന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ 3 കാര്യങ്ങളെ കേൾക്കാൻ ഇടവന്നെങ്കിൽ കുരുടനെ നയിക്കുന്ന വിധം ശിഷ്യൻ ഗുരുവിനേക്കാൾ മീതിയല്ലെന്നും, അതുപോലെ തന്നെ ഒരു കരടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ചെറിയ കുറവുള്ള മനുഷ്യനെ വലിയ കുറവുള്ളവൻ പഴിക്കുന്നത് പോലെ ഞങ്ങൾ കർത്താവെ വിശുദ്ധിയുള്ളവരായി തീരത്തക്ക സ്വന്തം കുറവുകളെ, പോരായ്മകളെ കണ്ടെത്തി ഞങ്ങളുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചവന്റെ കൃപയിലേക്ക് വരാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.